പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നേരെ ഇനി പോയിട്ടില്ല കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ കയറി പാലും മേടിച്ചു, ശർക്കര വൃത്തിയുണ്ട്, അപ്പോൾ അത് കൊതി അതിനതും വാങ്ങിച്ചുകൊണ്ടിങ്ങി പോരുന്നു. അമ്മ കുഞ്ഞിക്കുട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് വരും. നാളെ നമുക്ക് വാട്ടർ ടാങ്കിൻ്റെ പണിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരു 750 ലിറ്ററിൻ്റെ ടാങ്ക് കൂടെ നമുക്ക് വെക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നലെ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയി. ടാങ്കൊക്കെ നമ്മൾ പോയി കണ്ടു. അക്വാടെക്കിൻ്റെ വാട്ടർ ടാങ്കാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം നാളെ അതെല്ലാം ഫിറ്റ് ചെയ്യാൻ ആൾ വരും. അപ്പോൾ ഇവിടെ ആരെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ജാനിക്കുട്ടിയും കുഞ്ഞിനെയും കാണാനൊന്നും കയറിയില്ല. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഫാമിലി മെമ്പറാണ്, ടീച്ചറമ്മയാണ്. ടീച്ചറമ്മ സർപ്രൈസായിട്ട് ആരോ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. 6 മണിയാകുമ്പോഴത്തേക്ക് ഞാനിങ്ങി വരുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത്. കണ്ടില്ല, ഞാനതുകൊണ്ട് ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് പോരുന്നു. പിന്നെ അത്താഴത്തിന് നമുക്ക് ചോറിരിപ്പില്ല. ഞാൻ അരി ഇടാനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ പോയത്, ദോശയ്ക്കോ ഇഡലിക്കോ വേണ്ടിയിട്ട് അരച്ച് വെക്കാൻ. അത് അരയ്ക്കണം. പിന്നെ ദേ അമ്മ കടുമാങ്ങ ഇട്ട് തന്നതാണ് കേട്ടോ. പിന്നെ ഇത് എഗ് ബോയിലറാണ്. ഞാനിത് ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണം എന്ന് മനസ്സിൽ ഉദ്ദേശിക്കുന്നതാണ്. നമുക്കിതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്നൊക്കെ. പ്രസ്റ്റീജിൻ്റേതാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത്, യൂസ്ഫുൾ ആണോ എന്നുള്ളത്. ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത സാധനമാണ്, എങ്ങും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സാധനം. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കും, ഇടയ്ക്കെല്ലാം നമ്മൾ മുട്ട കറി വയ്ക്കാനൊക്കെ എടുക്കാറുണ്ടല്ലോ. അപ്പം വെറുതെ വെള്ളത്തിനകത്ത് ചിലപ്പം ഞാൻ കുറേ സമയമൊക്കെ മറന്ന് അത് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആകും അതിൻ്റെ സമയത്ത് എന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഒന്ന് മാനുവലൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്കിതൊന്ന് നോക്കാം. പിന്നെന്താണ് പ്രിയങ്ങളെ, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ടീച്ചറമ്മ വെയിറ്റ് ചെയ്തിരിക്കും. അതിനും ഞാൻ ശരി അടുപ്പിലോട്ടിടട്ടെ. ചന്ദ്രനെ ചന്ദ്രനല്ല രാവിലെ പോകില്ല. സൂക്ഷിച്ചു കൊണ്ടുപോയി സൂക്ഷിച്ചു വരണം കേട്ടോ. ഈ പച്ച നെറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പ്രിയങ്ങളെ? വന്നായിരുന്നു. പതുക്കെ പോയി പതുക്കെ വരണേ കുഞ്ഞെ. നമ്മൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ ആ എഴുകയിൽ ഇങ്ങനെ കെട്ടിയിരുന്നതാണ്, ഓർമ്മയുണ്ടോ? അത് ഞാനിങ്ങനെ കൊണ്ടുവന്നായിരുന്നേ. ഇവിടെ ഇങ്ങനെ വലിച്ചു കെട്ടി. ഇതായിരുന്നു നമ്മുടെ വീട് പാലുകാച്ചിൻ്റെ അന്നൊക്കെ ഈ തോട്ടിൽ കൂടെ ആയിരുന്നു ഇങ്ങനെ കയറി വരുന്നത്. ഇവിടെ ആയിരുന്നു വഴി. ഇതാണ് തോട്. പക്ഷെ പടിയൊക്കെ കെട്ടി ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടേക്കുക. കണ്ടോ? ഇതായിരുന്നു നമ്മൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതുവഴി കയറി ഇറങ്ങുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ വഴിയൊക്കെ വെട്ടിയത് കൊണ്ട് ഇപ്പുറത്തൂടെ ഫ്രണ്ടിൽ കൂടെ തന്നെ ആയി. വീടിന് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. മോനുക്കുട്ടൻ സൈക്കിളും കൊണ്ട് പോയിട്ടുണ്ട്. ടീച്ചറമ്മ വരുന്നുണ്ട്, അമ്പലത്തിൻ്റെ അവിടെ ആയെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിളിച്ചേ. അപ്പോൾ ഞാൻ മുറ്റം തൂക്കുമായിരുന്നു, തൂത്ത് കഴിഞ്ഞില്ല. ഇപ്പോൾ വരും കേട്ടോ.
താഴോട്ട് ചെന്നല്ലേ റോഡിലോട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നു മെയിൻ റോഡിൽ. ടീച്ചർ എന്തായാലും എനിക്കൊരു ഒന്നൊന്നര സർപ്രൈസാണ് തന്നത്. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അവർ വന്ന് കട്ടിലിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തായാലും നമുക്ക് 2 ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കാം. എനിക്ക് സന്തോഷവും വരുന്നു, സങ്കടവും വരുന്നു പ്രിയങ്ങളെ. അവർ കട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയി പ്രിയങ്ങളെ. ഇതേണ്ട് കണ്ടോ, മുത്തുമണിക്കുള്ള കട്ടിൽ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ടീച്ചറമ്മയുടെ കൂടെ ആരോ ഗസ്റ്റ് വരുന്നെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഗിഫ്റ്റാണ് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ, മുത്തുമണിക്ക് മാത്രം ഉള്ളതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിളിച്ച് കേട്ടോ. അങ്ങനെ അവൻ താഴെ കിടക്കണ്ട, ഞങ്ങളുടെ കൊച്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൊച്ചിനെ താഴെ കിടത്തണ്ടെന്ന്. ശരി, ആയിക്കോട്ടെ. മോനിക്കുട്ടൻ അമ്മമ്മയെ വിളിക്കാൻ അങ്ങോട്ട് പോയേക്കോ. ഞാനൊന്ന് കുളിക്കാൻ കയറിയാൽ ആ സമയത്ത് അങ്ങനെ വരുമോ? കഥകൾ തുറന്നിട്ട് കുളിക്കാൻ കയറാൻ എനിക്ക് വയ്യ. പാടട്ടെ. മോനിക്കുട്ടനോട് അമ്മമ്മ എത്ര ഇടം പറഞ്ഞു. ആക്ഷൻ കണ്ടല്ലോ. വീഡിയോ എടുക്കാനത് സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് മൊത്തം എനിക്കൊന്ന് സർപ്രൈസ് ആയത്. എന്റെ ദൈവമേ, എല്ലാവരും എനിക്ക് താങ്ങാൻ പറ്റി. ഞാൻ ആ കട്ടിലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഏട്ടനായിട്ട്. ഒരു പ്ലാൻ ചെയ്ത് കേട്ടോ, ടീച്ചറും കുട്ടിയും കൂടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതി. ഞാനൊരു പാവമായോണ്ട് താക്കോലെടുത്തോ. ആ, ഇപ്പൊ സോമിനിക്കും കിട്ടാം. കട്ടിലും മെത്തയും കലണയും കുളിച്ച് ജപിച്ച് വന്നതാ. ഇനിയിപ്പം അരിയൊന്ന് അരച്ച് വെക്കട്ടെ. ചേച്ചി അച്ഛൻ ചീത്ത വിളിക്കാൻ ഞാൻ പറയാതെ ഒന്നുമില്ല. ഇവിടെ ചോറും മീൻകറിയും മാത്രമേ ഉള്ളൂ. ആ ടീച്ചർ മെസ്സേജ് ആയിരുന്നു. ഡ്രസ് വാങ്ങിച്ചേ. നീ ഇത് പോകാനിരിക്കുന്നു. ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചു ടീച്ചറെ എന്തുവാ ടീച്ചറെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ അമ്മ ഇല്ലടി ടീച്ചർ കട്ടിൽ കാണിച്ചു കൊടുത്തിട്ട. ഓയ് ഇപ്പൊ അമ്മയെ കാണി ഞാൻ അങ്ങോട്ട് പോയത് നിനക്ക് അന്നേരം തോന്നിക്കൂടായിരുന്നോ? മാമി വിളിച്ചപ്പോ പോയി കട്ടില് കാണിച്ചു കൊടുത്തു. ചിപ്പി വിളിച്ചപ്പോ വീണ്ടും കട്ടില് കാണിക്കാൻ പറഞ്ഞു പോയത്. ഇന്നലെ കേര മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ ഏൽപ്പിച്ചായിരുന്നു. അമ്മയുടെ കറി വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കുരു മെഴുക്കുവരട്ടിയുണ്ട്, മോരിക്കറിയുണ്ട്. കൊച്ചോക്ക് മാത്രമേ ഉള്ളൂ ഇച്ചിരി മോരിയുണ്ട്. നീ ആരാ നമ്മൾ ഓർഡർ ചെയ്യാൻ? കേര മീൻ കറിയും മോരും ചക്കക്കുരു മെഴുക്കുവരട്ടിയും കപ്പയും. കേട്ടോ, 2 ഉറക്കം കൂടുതൽ ഉറങ്ങി.
മുത്തം. പിന്നെ ഓട്ടോ വിളിച്ച് വന്നപ്പോഴേ എനിക്കറിയാം എന്തോ ദുരുദ്ദേശമുണ്ട്. ടീച്ചർ എന്നോട് പറഞ്ഞു വൈകിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്, ഞങ്ങളുടെ വീട് കാണാൻ രണ്ടുപേര് വരുന്നുണ്ടെന്ന്. ഞാൻ അത് നോക്കിയിരിക്കും. പണ്ട് ഓട്ടോയ്ക്ക് വന്നാ പോരായിരുന്നു. നാളെ പോവുകയും വേണ്ടായിരുന്നു. എന്താ വാജിക്ക് നീ ഇങ്ങനെ പോയത്? വന്നുമില്ല, അറിഞ്ഞില്ല, ഒന്നുമില്ല. മോൻ ഉറങ്ങിക്കും ബാബു ഉണ്ട്, കൊടുക്കണം. നടു പറഞ്ഞു കണ്ട വലിയ പാടില്ലെന്നോ, ഭയങ്കര പ്രയാസമാണ്. ഇവിടെ ഇരുന്ന് ഒട്ടിക്കാനും അവിടെ നിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ കാര്യം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഇതെന്താ സംഭവം? ഇതും ഇതുപോലെ ഇതിനൊട്ടിക്കുന്ന സ്റ്റിക്കറാ. അതായത് വെള്ളം നോക്കാം. ഓ ആ ഇവളോട് പറഞ്ഞ എന്നെ വേണം തലമണ്ണ കഴിച്ചു പോവല്ലേ. ഇതിപ്പോ കുറിച്ചിടാം. അത് അതുപോലെ നോക്കട്ടെ, ഇതെങ്ങനാ നോക്കട്ടെ. എവിടെ മീഡിയം ഉള്ളൂ. മീഡിയം വേണം, മീഡിയം ചോദിച്ചാൽ ഇതിൽ തന്നെ ഉണ്ട് ഹാർഡ്, മീഡിയം, സോഫ്റ്റ്. ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ വരും ഇതിനകത്തൂടെ. 3 മുട്ട അങ്ങോട്ട് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം പൊട്ടിച്ച്. അത് നമുക്ക് കുറച്ച് ഇതെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ വെച്ച് വേവിക്കാം കേട്ടോ. പൊട്ടിയതാണെങ്കിൽ നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളെന്ന്. ഇതിനകത്തൂടെ ആവി വരുന്നുണ്ട് കേട്ടോ, കണ്ടോ? ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിനകത്തൂടെ. നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കും, ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു ബട്ടണുണ്ട്, തന്നെ ഓഫാകും, ഓട്ടോ കട്ട് ഓഫ് കാണിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം, തന്നെത്താനെ ഓഫായിട്ടുണ്ട് കേട്ടോ. നോക്കാം, ചൂടാ. അമ്മ പറഞ്ഞപ്പോ ഇതൊരു 3000 കിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന്റെ നമ്മൾ ആദ്യമായിട്ട് എഗ് ബോയിലറിൽ മുട്ട പുഴുങ്ങി കഴിക്കുക. മുട്ട പുഴുങ്ങിയത് വേണ്ടേ? ഇച്ചിരി എടുക്കട്ടെ? താമസിച്ചോണ്ടോ? മീനൊരു കഷ്ണം വെക്കട്ടെ? ലവനെ വിളിച്ചിട്ടോ വന്നില്ലേ? നമ്മുടെ അവിടുത്തെ മാറില്ല. അപ്പോൾ ഇന്നത്തെ അത്താഴത്തിന് ചോറും കേര മീൻ കറി വെച്ചതും
ചക്കക്കുരു മെഴുക്ക് പുരട്ടി. എത്രയോ ദിവസങ്ങളായി ചക്കക്കുരു മെഴുക്ക് പുരട്ടി കൂട്ടിയിട്ട്. ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇത്തവണ നമ്മൾ ചക്കക്കുരു അധികം കഴിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോൾ കപ്പ വേവിച്ചതുണ്ട്. പിന്നെ മോരേറി ഉള്ളത് കൊച്ചോ കൊടുത്തു. അവളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും കൂടെ കഴിക്കുവാണേ. അത് വാങ്ങിച്ച് നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഞാൻ കൂട്ടിയിട്ടില്ലാത്ത മീനാണേ. നല്ല രുചിയില്ല മീനിന്. വലിയ വിലയില്ല. രണ്ട് വയറ് ഒഴിച്ചേക്കും, അത് കൊടുക്കണം. എനിക്ക് പേടി. പുതിയ ചില കാണിച്ചാൽ എനിക്ക് പേടി. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.